നമ്മളൊക്കെ എന്ത് കാര്യം പ്രവർത്തിക്കുന്ന സമയത്തും ലാഭം പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മളൊരാൾക്ക് പണി കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ ആരെക്കലെ കൊണ്ടെങ്കിലും പണിയെടുപ്പിച്ചാലും അതിന് കൃത്യമായ കൂലി ലഭിച്ചിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ പണി വൃത്തിയായിട്ടില്ല എങ്കിൽ നമുക്ക് വല്ലാത്ത അമർഷവും ദേഷ്യവും പലരോടും തോന്നാറുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പ്രകോപിതരാവും. നമ്മൾ വിചാരിച്ച പണി വൃത്തിയായിട്ടില്ലെങ്കിൽ നമ്മൾ ആ തൊഴിലാളിയോടും ദേഷ്യപ്പെടും. പക്ഷെ ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഈ ദുനിയാവിൽ നമുക്ക് പറഞ്ഞു നിൽക്കാനും പിന്നെ ചെയ്തു കൊടുക്കാനും സാധിക്കുമെങ്കിൽ അതിന് സാധിക്കാത്ത റബ്ബിന്റെ കോടതിയിലാണ് ആ ചോദ്യവും ആ കൂലിയില്ലായ്മയും അള്ളാഹു തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും നമ്മൾ ചെയ്ത നമസ്കാരത്തിനൊന്നും അത് ശരിയായിട്ടില്ല, അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കൂലി ഞാൻ തരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ വിചാരണ സന്ദർഭത്തിൽ നമ്മളോട് പറയുമ്പോ എന്തുകൊണ്ടാണ് റബ്ബേ എനിക്കതിന്റെ കൂലി നഷ്ടപ്പെടാനുള്ള കാരണം എന്നവിടെ വെച്ചറിയുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇഹലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതറിയുകയും തിരുത്തുകയും ചെയ്യുകയാണോ നല്ലത് എന്നൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് ചോദിച്ചു. നാളെ റബ്ബിന്റെ മഹ്ശറയിൽ ഒരുപാട് അമലുകൾ ചെയ്തു എന്ന സന്തോഷത്തോടുകൂടി ചില ആളുകൾ റബ്ബിന്റെ അടുത്തേക്ക് കയറി വരും. അള്ളാഹു പരിഹാസ്യമാക്കിക്കൊണ്ട് അവരെ പരലോകത്ത് വെച്ച് ആട്ടിപ്പറഞ്ഞേക്കും. നിങ്ങളെ നമസ്കാരം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നടന്നിട്ടില്ല, നിങ്ങൾക്കതിന് കൃത്യമായൊരു കൂലി തരാൻ നിങ്ങളെ നോമ്പ് ശരിയായിട്ടില്ല, നിങ്ങളെ ഹജ്ജൊക്കെ കേവലം യാന്ത്രികമായ ഒരു ആചാരം മാത്രമായിരുന്നു എന്ന് റബ്ബ് പറയുമ്പോ അന്നാണ് പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ വെച്ച് ഓരോരുത്തരും ഏറെ സങ്കടപ്പെടുക എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് സുബ്ഹി നമസ്കരിച്ച നമ്മൾക്ക് അതിന് അള്ളാഹു ഒരു കൂലിയും നിശ്ചയിച്ചിട്ടില്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന ആശങ്ക, 2-3 ലക്ഷം മുടക്കി ചെയ്തു പോന്ന ഹജ്ജിന് അള്ളാഹു ഒരു വില പോലും നിശ്ചയിച്ചിട്ടില്ല എന്നറിയുമ്പോഴുണ്ടാകുന്ന സങ്കടം, അവരെ പറ്റി ആ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ച കണക്കുമായി അവര് റബ്ബിന്റെ അടുത്ത് വരും. പക്ഷേ തസ്ല നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയായിരിക്കും അവർക്ക് ഞാൻ പകരമായി കൊടുക്കുക. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, ഇക്കണ്ട അത്രയും അമലുകൾ ചെയ്തിട്ടും അല്ലാഹു നരകമാണ് തരിക എന്ന് പറയാനുള്ള കാരണം എന്താ? എന്തുകൊണ്ടാ ആ അവസ്ഥ നമുക്കുണ്ടായിത്തീരുക? തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പഠിപ്പിച്ചു, അല്ലാഹു ഉദ്ദേശിച്ച ഇബാദത്ത് കൊണ്ടുള്ള ഗുണം ആ ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതുമായി ബന്ധപ്പെട്ട് ഏത് കർമ്മം മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഗുണം മനുഷ്യരിൽ ഇല്ലാത്തതുകൊണ്ടാണ് പരലോകത്ത് അല്ലാഹു തആല അതിന്റെ കൂലി നിഷേധിച്ച് കളയുക. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു ഇബാദത്ത് പഠിപ്പിച്ചത് നമ്മളെ മെയ്വഴക്കം കാണാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ പാരമ്പര്യമായി ചെയ്തു പോരുന്ന ഒരു ആചാരം അതങ്ങനെ അങ്ങ് നടക്കട്ടെ എന്ന ഉദ്ദേശത്തിലല്ല. ഇതര മതക്കാരെ പോലെ ഏതെങ്കിലും ചരിത്രത്തോട് ചേർത്ത് നിർത്തപ്പെടുന്ന ഐതിഹ്യങ്ങളുമല്ല ഇസ്ലാമിലെ ഇബാദത്തുകൾ. ഉദാഹരണമായി വിഷുവിനെ സംബന്ധിച്ചിടത്തോളം 10,000ന്റെ പടകം പൊട്ടിച്ച് തീർക്കുക എന്നുള്ളത് അവരുടെ ഏതെങ്കിലും ചില ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാ. അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല, അതുകൊണ്ട് ആർക്കും ഒരു നേട്ടമുണ്ടാകുന്നില്ല. പസഹ വ്യാഴത്തിൽ ഏതെങ്കിലും കുരിശുകൾ തോളിലെടുത്ത് വയനാടിന്റെ ചുരം താഴേക്കിറങ്ങുക എന്നുള്ളത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളില്ല. പക്ഷേ ലോകത്തിന്റെ റസൂൽ പഠിപ്പിച്ചു, ഇസ്ലാം എന്നാൽ ചെയ്യുന്ന ഇബാദത്ത്, ആ ഇബാദത്ത് കൊണ്ട് അവർക്ക് മാറ്റമുണ്ടാകണം. ആ മാറ്റം അവരിലില്ലേ, ആ ഇബാദത്തിന് അള്ളാഹു വില നിശ്ചയിക്കുകയില്ല.
അവൻ എത്ര നമസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും ആ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ ജീവിതത്തോട് നമ്മളൊന്ന് ചേർത്ത് നിർത്തി നോക്കണം. ഉദാഹരണമായി നമസ്കാരത്തെ തൊട്ട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഫഇദാ ഖളൈതുമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അഥവാ നിസ്കരിച്ചതിന് ശേഷം അള്ളാഹ് പ്രയോഗിച്ച്, നിസ്കാരത്തിൽ നിങ്ങൾ ഭയങ്കര ഈമാൻ കാണിക്കണം, നമസ്കാരത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠതയോടെ നിങ്ങൾ തഖ്വ പ്രകടിപ്പിക്കണം എന്നല്ല അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഫഇദാ ഖളൈതുമുസ് സ്വലാത്ത, നമസ്കാരം കഴിഞ്ഞാൽ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും വിരമിച്ചാൽ ഫദ്കുറുല്ലാഹ്, പിന്നെയാ നിങ്ങൾ അല്ലാഹനെ കൂടുതൽ ഓർക്കേണ്ടത്. ആ നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരം എത്തുന്നത് വരെ നിങ്ങളുടെ നമസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന ഒരു ഇടപാടുകളിലേക്കും നിങ്ങൾ പോകാനോ ചെയ്യാനോ പറയാനോ പാടില്ല. എന്നിട്ട് റബ്ബ് ഓർമ്മപ്പെടുത്തുന്നു, ഫദ്കുറുല്ലാഹ ഖിയാമൻ, നിൽക്കുമ്പോൾ നിങ്ങൾ അല്ലാഹനെ ഓർക്കണം, വഖുഊദൻ, ഇരിക്കുമ്പോഴും നിങ്ങൾ അല്ലാഹനെ ഓർക്കണം, വഅലാ ജുനൂബിഹിം, വലതും ഇടതും നിങ്ങൾ അല്ലാഹനെ ഓർക്കണം. എന്ത് ചെയ്താൽ? നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇന്നത്തെ അവസ്ഥയോ, നമസ്കാരം കഴിഞ്ഞാൽ വലിക്കേണ്ടവൻ വലിക്കാനിറങ്ങും, നമസ്കാരം കഴിഞ്ഞാൽ കാണേണ്ടവൻ സിനിമക്ക് പോകും, നമസ്കാരത്തിന്റെ സമയത്ത് മാത്രം ഒരു ഭക്തി, നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ സകല തെമ്മാടിത്തവും സകല വൃത്തികേടുകളും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യമല്ല. റബ്ബിന്റെ അരികിൽ അതിന്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുകയില്ല. അതുകൊണ്ടാ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആവർത്തിച്ചോർമ്മപ്പെടുത്തിയതും, അള്ളാഹു ഒരു ഇബാദത്ത് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്തിന്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സഹാബാക്കൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന്റെ ജമാഅത്ത് വരെ ചിലര് പള്ളിയിൽ കഴിച്ചുകൂട്ടും. സഹാബാക്കൾ ചിലരോട് ചോദിക്കും, എന്തേ പുറത്തിറങ്ങാത്തത്? അവര് സങ്കടത്തോടെ പറയും, ഫിത്നയെ ഞങ്ങൾ ഭയപ്പെടുന്നു. എങ്കിൽ അങ്ങാടിയിലേക്കൊന്നിറങ്ങിക്കൂടെ? നാവെന്ന ഫിത്നയെ ഞങ്ങൾ ഭയപ്പെടുന്നു. വേണ്ടാത്തത് പറഞ്ഞു പോകും, ആവശ്യമില്ലാത്തതിന്റെ നേരെ നോക്കിപ്പോകും. അതുകൊണ്ട് ഞങ്ങളുടെ നമസ്കാരത്തിന്റെ കൂലി ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ചിന്തയായിരുന്നു സഹാബാക്കളെ ഇബാദത്തിന്റെ വിഷയത്തിൽ പ്രേരിപ്പിച്ചത്. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാനൊക്കെ എല്ലാവരും വരും, കൃത്യമായ വക്തുകൾ തെറ്റാതെ വരും. പക്ഷെ പുറത്തിറങ്ങിയാൽ അത് പുറത്തിറങ്ങണമെന്നില്ല. നിസ്കരിച്ച് സലാം വിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മറ്റുള്ളവന്റെ പച്ചയിറച്ചിയാ, പരദൂഷണമാ, കുത്തുവാക്കുകളാ, കുതന്ത്രങ്ങളാ. നിസ്കരിക്കുന്ന വ്യക്തിക്ക് അതിന്റെ ഭംഗി അതിനുശേഷം തുടരാനും നിയന്ത്രിക്കാനും സാധിക്കുന്നില്ല. അള്ളാഹു ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ രീതിയിൽ അവരുടെ ജീവിതത്തെ അവർ ചിട്ടപ്പെടുത്തണം. അതുകൊണ്ടാ ഒരിക്കൽ ഒരു നമസ്കാരത്തിന് ശേഷം സഹാബാക്കളോട് റസൂൽ ഓതിക്കൊടുത്തു, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? നമസ്കരിക്കാൻ വരികയും നമസ്കാര ശേഷം പുറത്തിറങ്ങി മദ്യക്കുപ്പിയുടെ അരികിൽ ചെന്ന് നിൽക്കുകയും ചെയ്ത സഹാബത്തിനെ കണ്ടപ്പോ റസൂൽ ചോദിച്ചൊരു ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, എന്തേ ഒഴിവാക്കാനായില്ലേ? ഉടനെ തന്നെ സഹാബാക്കൾ കള്ളിന്റെ കുപ്പികൾ തച്ചുടച്ചു കളഞ്ഞു, കള്ളിന്റെ വീപ്പകൾ പൊട്ടിച്ചു കളഞ്ഞു. കള്ളിന്റെ ഭാഗത്ത്, ഒഴുകിയ കള്ളിന്റെ ഭാഗത്ത് പുല്ല് മുളച്ചപ്പോ ആ പുല്ല് പറിച്ചവർ ദൂരത്തേക്ക് എറിഞ്ഞു. ഒട്ടകം തിന്നാൽ ആ ഒട്ടകത്തിന്റെ പാല് ഹറാമാകുമോ എന്ന പേടി കാരണം. ആ ഈമാനാണ് ഇബാദത്ത് കൊണ്ട് അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ നമസ്കരിക്കും, തമാശക്ക് വേണ്ടി പറയാറുണ്ട്, നോമ്പ് തുറക്കാൻ കാത്തു നിൽക്കുക ചിലര് ഒന്ന് സിഗരറ്റ് വലിക്കാൻ, അല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ കാത്തിരിക്കുക ചിലര് കുറച്ച് ടിവിന്റെ മുൻപില് ആരാന്റെ വൃത്തികേടുകൾ കാണാൻ. നമസ്കരിക്കുമ്പോ മാത്രം ഭക്തി, പുറത്തേക്കിറങ്ങിയ കൈക്കൂലി, കൊള്ള, പിടിച്ചുപറി, ആരാന്റെ പച്ചയിറച്ചി തുന്നല്, കുടുംബത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കല്, ആളുകളെ പരിഹസിക്കല്. പക്ഷേ സമയം തെറ്റാതെ നിസ്കാരത്തിനോ ക്ലിയർ ആയിരിക്കും. നിസ്കരിക്കുന്ന വിഷയത്തിലേ ഭക്തിയുണ്ടാകൂ. നമസ്കാരത്തിന് ശേഷമാ അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അത് നഷ്ടപ്പെടാത്ത നിലക്ക് നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ ഇബാദത്തിന് അള്ളാന്റെ അടുത്ത് കൂലിയുള്ളൂ. അല്ലാത്തവർക്ക് കറുത്ത തയമ്പ് നെറ്റിയിലുണ്ടാകുമെന്നല്ലാതെ പടച്ചോന്റെ അടുത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോക ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നമസ്കരിക്കുന്നവരാണോ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടാവണം. അള്ളാന്റെ സൃഷ്ടിയാണ് ഞാൻ, റബ്ബിന്റെ മുൻപിൽ എന്റെ അവലാതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ അവരോട് പറയണം,
നമസ്കരിക്കുന്ന വ്യക്തി ഒരിക്കലും ആശങ്കപ്പെടരുത്. പ്രതിസന്ധികൾക്ക് മുൻപിൽ അവൻ പകച്ചു പോകരുത്. അടിക്കടി ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പലതും അവനെ കീഴ്പ്പെടുത്തിയേക്കാം. ലാഭനഷ്ടം, മക്കളുടെ മരണം, കുടുംബത്തിന്റെ പ്രയാസങ്ങൾ, എന്തൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നാലും അവരോട് പറയണം റസൂലേ, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവോട് സഹായം ചോദിക്കാൻ. ഇവിടെയും റബ്ബ് പ്രയോഗിച്ചത് നമസ്കാരം കൊണ്ട് നിങ്ങൾക്കുണ്ടാകേണ്ട ഗുണം ക്ഷമയാവണം. ആ ക്ഷമയോടൊപ്പം അള്ളാന്റെ സഹായം പ്രതീക്ഷിക്കുന്നവരാകണം. പക്ഷെ ഇന്ന് നമ്മളിൽ പലരുടെയും അവസ്ഥയോ, നമസ്കരിച്ചിരുന്നു കഴിഞ്ഞാൽ അള്ളാന്റെ പരീക്ഷണങ്ങളെ ഓർത്തോർത്ത് സങ്കടപ്പെടുക, അള്ള തന്ന പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് ബേജാറാവുക, കാണുന്ന ആളുകളോട് മുഴുവനും സങ്കടങ്ങളും പരാതികളും പറഞ്ഞ് കരയുക, അള്ള വലിയെന്തോ കുറ്റം ചെയ്തു എന്ന നിലക്ക് ഒരു സമാധാനമില്ലാതെ ജീവിക്കുക. നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സമാധാനമില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. എന്റെ സൃഷ്ടാവായ റബ്ബിന്റെ മുൻപിൽ എന്റെ രഹസ്യ സംഭാഷണമാണ് ഞാൻ ഈ നിർവഹിക്കുന്നതെന്ന ബോധ്യത്തോടെ ആ റബ്ബ് തീരുമാനിച്ചാൽ എനിക്കെന്തും കിട്ടുമെന്നും ആ റബ്ബ് തടഞ്ഞാൽ ലോകത്തൊരാൾക്കും എന്നെ സഹായിക്കാൻ പറ്റില്ലെന്നുമുള്ള പ്രഖ്യാപനവും ഇബാദത്തുമാണ് നമസ്കാരമെങ്കിൽ, നമസ്കരിക്കുന്ന ഒരു വ്യക്തി പ്രതിസന്ധികൾക്ക് മുൻപിൽ തളരാൻ പാടില്ല, പരീക്ഷണങ്ങൾക്ക് മുൻപിൽ മനസ്സ് പതറാൻ പാടില്ല. അള്ളാഹുവിനോട് പറയണം, നാഥാ എനിക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ നീ സഹായിക്കണം. അല്ലാതെ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ച് ഹറാമായ വഴിയിലേക്ക് പോകരുത്. പലപ്പോഴും പലിശയെപ്പറ്റിയും ലോണിനെ പറ്റിയും നെറ്റ് മാർക്കറ്റിംഗുകളാക്കപ്പെട്ട ചിലന്തി ബിസിനസ്സുകളെ പറ്റിയും പറയുമ്പോ ആളുകൾ ചോദിക്കും, എന്നാ നിങ്ങൾ തരുവോ പൈസ, എങ്കിലും നിങ്ങൾ തരുവോ ജോലി, എങ്കിലും നീത്താ എനിക്ക് ലക്ഷം എന്ന് ചോദിച്ചതിനെ ന്യായീകരിക്കാൻ പറ്റും. പക്ഷേ അള്ള പറയുന്നു, നമസ്കാരമുണ്ടോ എങ്കിൽ കാത്തിരിക്കണം. അള്ള ഹറാമായ നിലക്ക് നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെടുത്തുകയില്ല. നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഹലാലായ നിലക്കള്ള എത്തിച്ചു തരും. ക്ഷമയോടെ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങിയാൽ. എന്നാൽ അള്ളാനെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ, നിസ്കാരം ഒരു ഭാഗത്തുണ്ടെങ്കിലും നിങ്ങൾ സമ്പാദിക്കുന്ന പലതും അള്ളാഹ്ക്ക് ഇഷ്ടല്ലാത്ത ഹറാമായതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇബാദത്തിന് അള്ളാഹു ഒരു ഗുണവും കാണുകയില്ല എന്നും അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് ഇബാദത്തുണ്ടോ എങ്കിൽ ദുനിയാവിനോട് വിരക്തിയുണ്ടാവണം. ആ ദുനിയാവിനോട് വിരക്തിയുണ്ടെങ്കിലേ ഇബാദത്ത് നന്നാവൂ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്, അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോ പോലും നമ്മുടെ ആകാംക്ഷ മുൻപിൽ കൈമെത്ത് വെച്ച ഫോണിൽ ആരൊക്കെ വിളിച്ചു, ഏതൊക്കെ മെസ്സേജ് വന്നു എന്ന ദുനിയാവിനോടുള്ള അടങ്ങാത്തൊരാഗ്രഹം. സലാം വീട്ടി റബ്ബിന്റെ മുൻപിൽ ഒരു 5 മിനിറ്റ് കൈയുയർത്തി പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ദുനിയാവിനോടുള്ള പ്രധാനം കാരണം നമ്മൾ ഇറങ്ങി യാത്ര ആരംഭിക്കുന്നു. ബിസിനസ് ഇതൊന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല, ആർത്തി പിടിച്ച് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവർക്ക് അള്ളാഹുവിന്റെ ഇബാദത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കണ്ടെത്താൻ സാധിക്കുകയില്ല. അതാണ് റബ്ബ് പഠിപ്പിക്കുന്നതും, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളണം. നിങ്ങൾ അങ്ങനെ ഇറങ്ങുമ്പോ നിങ്ങൾക്ക് അള്ള തന്നതിൽ നിന്ന് നിങ്ങൾ സമ്പാദിച്ചോ. പക്ഷേ വദ്കുറുല്ലാഹ കതീറൻ, ആ സമ്പാദിക്കുന്ന സമയത്ത് തൊട്ടു മുൻപ് നമസ്കരിച്ച നമസ്കാരത്തിന്റെ ബോധമുണ്ടാകണം. ഹറാമിന്റെ പിന്നാലെ പോകരുത്, കൊള്ളലാഭത്തിന്റെ പിന്നാലെ പോകരുത്. അങ്ങനെ പോകുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തിരക്കിന്റെ ഇടയിൽ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു പോയി എന്ന് ചുറ്റുപക്കത്തുള്ള 4-5 കടക്കാർ കണ്ട് ഓൻ ഭയങ്കര ദീനിയാന്ന് പറയുന്നല്ലാതെ അള്ളാന്റെ അടുത്ത് പ്രത്യേകിച്ച് നേട്ടൊന്നും ഉണ്ടാവൂല. നീ കച്ചവടക്കാരനാണോ, നീ തൊഴിലാളിയാണോ, നീ ദുനിയാവിൽ സമ്പത്തിന് വേണ്ടി പണിയെടുക്കുന്നവനാണോ, ആ ഇബാദത്ത് നിർവഹിച്ചിട്ടാണ് നീ അതിനിറങ്ങുന്നതെങ്കിൽ ആ ഇബാദത്തിന്റെ വെളിച്ചം നിന്റെ ആ സാമ്പത്തിക ക്രയവിക്രയത്തിൽ ഉണ്ടാകണം. നിന്റെ സൂക്ഷ്മത ആ വിഷയത്തിൽ നിനക്ക് പ്രകടിപ്പിക്കാൻ കാണണം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹിക്കും അംവാലക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. പ്രത്യേകിച്ച് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി, അങ്ങനെ നീ അല്ലാഹനെ മറക്കുന്നത് നിന്റെ മക്കള് കാരണമാണെങ്കിൽ, നിന്റെ പണം കാരണമാണെങ്കിൽ നീ സൂക്ഷിച്ചോ, നീ അല്ലാഹനെ ഓർത്തതൊക്കെ വൃഥാവിലായി പോകും. നീ ചെയ്ത ഇബാദത്തുകളിൽ പലതും അള്ളാഹ്ക്ക് വേണ്ടാതായി പോകും. കാരണം അള്ളാഹ്ക്കറിയാം
പടച്ചോൻ കുറെ എനിക്ക് തരാൻ വേണ്ടി ആർത്തി പിടിച്ച് ഓടിയപ്പോ അള്ളാനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ നിസ്കരിച്ചൊക്കെ പോകുന്നുണ്ട് എന്നല്ലാതെ അതിന്റെ ഒരു തെളിച്ചവും എന്റെ മനസ്സിലില്ല എന്ന് പടച്ചോൻ അറിയാം. അതുകൊണ്ടാ ഈ കുടുംബം നന്നാക്കാത്തത്, അതുകൊണ്ടാ നീ പിണങ്ങി നടക്കുന്നത്, അതുകൊണ്ടാ നീ ഭാര്യയെ വഞ്ചിക്കുന്നത്, അതുകൊണ്ടാ നിന്റെ ഭർത്താവിനോട് നീ പാപം ചെയ്യുന്നത്. അതുകൊണ്ടാ മുഅ്മിനീങ്ങളെ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബത്തിലും ഈ കൊള്ളരുതായ്മകളൊക്കെ ഉണ്ട്. ആളുകൾ നിസ്കാരത്തിലും നോമ്പിലും ഉഷാറാണെങ്കിലും ഹറാമായ നിലക്കും കുത്തിത്തിരിപ്പുണ്ടാക്കിയും പിടിച്ചു പറിച്ചും തമ്മിൽ അലോക്യപ്പെട്ടും അസൂയ കാണിച്ചും പകവെച്ചും പ്രതികാര മനസ്സോടെയും ജീവിക്കുന്നവരാണെങ്കിൽ എത്ര തവണ നമസ്കരിച്ചാലും അള്ളാഹനക്കറിയാം അതൊക്കെ ഒരു അഭിനയം മാത്ര. അവരെ ഇബാദത്തിന്റെ ഗുണം അവരെ മനസ്സിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ആ ഇബാദത്താണ് അള്ള പരലോകത്തെ വിചാരണക്കെടുക്കുക. അന്ന് അള്ള പറയും, നിന്റെ ഇബാദത്തിന് നിനക്ക് നരകമാണ് കൂലി. ശരിയായിട്ടില്ല, ഇബാദത്ത് ചെയ്തതേ ശരിയായിട്ടില്ല. ഇത് കേട്ടപ്പം സഹാബാക്കൾ ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ഞങ്ങൾ ചെയ്തത് നിങ്ങൾ പഠിപ്പിച്ച കോലത്തിലാണല്ലോ. തിരുദൂതന്റെ സഹാബാക്കൾ പിന്നീട് ഓർമ്മപ്പെടുത്തി, ഒരു ഇബാദത്ത് ചെയ്യുമ്പോ 3 കാര്യങ്ങൾ ഉണ്ടാകണം. 1 ബദന്, ശരീരം, 2 അഖില്, ബുദ്ധി, 3ാമത്തേത് നഫ്സ്, മനസ്സ്. ഇത് 3ഉം കൂടിയാലേ ഇബാദത്ത് അള്ളാന്റെ അടുത്തേക്ക് എത്തൂ. പലർക്കും ശരീരമേയുള്ളൂ, ബദന് മാത്രമേയുള്ളൂ, അഖിലില്ല. തൊട്ടടുത്ത് നിൽക്കുന്നവനെ എങ്ങനെ പരാജയപ്പെടുത്താമെന്നും സ്വന്തം കുടുംബത്തിലുള്ളവരോട് എന്തൊക്കെ കുരുട്ടുകൾ ചെയ്യാമെന്നും എന്ന ചിന്തയാണെങ്കിൽ അഖിലനക്കില്ല. നഫ്സ്, നിന്റെ മനസ്സും നല്ലതാവുന്നില്ല. കാരണം നീ പല തോന്നിവാസങ്ങൾക്കും പിന്നാലെയാ, നീ പല വിവരക്കേടുകളും ചെയ്തോണ്ടിരിക്കുന്നവനാ. അതുകൊണ്ട് നഫ്സും അഖിലുമില്ലാത്ത ബദന് മാത്രമുള്ള ഒരു യാന്ത്രിക സുജൂദും റുക്കൂഉം അത് അല്ലാഹ്ക്ക് വേണ്ടട്ടോ എന്നാണ് ലോകത്തിന്റെ പ്രവാചക സഹാബാക്കൾ കൃത്യമായി ലോകത്തെ ഓർമ്മപ്പെടുത്തിയത്. ഇനി സക്കാത്താണെങ്കിൽ പോലും അത് പരിശുദ്ധപ്പെടുത്താൻ വേണ്ടിയാ. ഇപ്പോഴും സക്കാത്ത് കൊടുക്കാത്തവരുണ്ട്. ഇനി കൊടുത്തവര് പുറത്തു പോകാതെ സ്വന്തം കുടുംബത്തിൽ കൊടുത്ത് കാര്യങ്ങൾ തീർക്കുന്നവരുണ്ട്. ഇനി അതേപോലെ തന്നെ സക്കാത്തിന്റെ വിഷയത്തിൽ കൃത്യമായ ഒരു സൂക്ഷ്മത പ്രകടിപ്പിക്കാത്തവരുണ്ട്. പിന്നെ കൊടുത്തോന്ന് ചോദിച്ച കുടുംബത്തിൽ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ അവർക്ക് ചില ഉത്തരങ്ങൾ ഉണ്ടാകും. പക്ഷെ ആ സക്കാത്തിന് ശേഷം ഒരു കാലണ മറ്റൊരാളെ സഹായിക്കാൻ അവന്റെ കൈവന്നിയിട്ടില്ല. ഒരാളുടെ കണ്ണുനീരൊപ്പാൻ 1 രൂപ അവനെ കൊണ്ട് ചെലവാക്കാൻ പറ്റിയിട്ടില്ല. അവൻ ചിന്തിക്കുന്നത്, കൊല്ലത്തിലും സക്കാത്ത് കൊടുക്കുന്നില്ലേ, പിന്നെന്തിനാ ഓരോരുത്തർക്ക് കൊടുക്കുന്നത് എന്ന ചിന്തയിലേക്ക് അവൻ മാറിപ്പോകും. അതോടൊപ്പം തിരുദൂതൻ പഠിപ്പിച്ചു, നോമ്പായാലും ആ ഇബാദത്ത് കൊണ്ടുണ്ടാവേണ്ടത് തഖ്വയാ. കഴിഞ്ഞ നോമ്പ് കൊണ്ടുണ്ടായ തഖ്വ എനിക്ക് ഇന്നും നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന എത്ര സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ ഈമാൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന്, ആ ദേഹേച്ഛയെ പലതിൽ നിന്നും ഞാൻ തടഞ്ഞിട്ടുണ്ടെന്ന്, അനുവദിക്കപ്പെട്ട ഭാര്യ അധ്വാനിച്ച് വേർപ്പാക്കിയ ഓരോന്നും എന്റെ മുൻപിലുണ്ടായിട്ടും എന്റെ വികാരത്തെയും എന്റെ ഇച്ഛകളെയും ഞാൻ നിയന്ത്രിച്ചു നിർത്തിയ റമദാൻ എന്ന 30 ദിവസത്തിന്റെ തഖ്വ അതിനുശേഷം ഇക്കഴിഞ്ഞ 9-10 മാസത്തിന്റെ ഇടയ്ക്ക് അതുപോലെ നിയന്ത്രിക്കാൻ സാധിച്ചത് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ഉണ്ടാകും? അവർക്ക് സാധിക്കുന്നില്ല. വികാരങ്ങൾ വീണ്ടും വ്രണപ്പെടുന്നു റമദാൻ 30ഓടുകൂടി. വീണ്ടും ദേഹച്ചകൾക്ക് പിന്നാലെ പോകുന്നു റമദാൻ 30ഓടുകൂടി. അള്ളാഹു ഓർമ്മപ്പെടുത്തി, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഇബാദത്ത് കൊണ്ട് അവർക്കൊരു ഗുണവും അവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. റസൂലേ, എത്രയെത്ര ഹാജിമാരാ, എത്രയെത്ര ഉംറമാരാ, എത്രയെത്ര ഹജ്ജുമ്മമാരാ നമ്മുടെ കുടുംബങ്ങളിലുള്ളത്. ഒരു ഗുണമില്ലാത്ത ഹാജിമാർ, ഒരു വക്തിന് ജമാഅത്ത് വരാത്ത ഹാജിമാർ, ഒരു കുടുംബത്തിന് നന്മ ചെയ്യാത്ത ഹാജിമാർ, ഒരു മനുഷ്യനോട് നല്ലൊരു വർത്താനം പറയാത്ത ഹാജിമാർ, കുടുംബത്തിന്റെയും പാരമ്പര്യത്തിന്റെയും തറവാടിത്തത്തിന്റെയും മഹിമ പറഞ്ഞ് 2ാമത്തെ ഹജ്ജിന് സൗദിയിൽ പോയപ്പം വാങ്ങിയത് എന്നൊക്കെ നാട്ടുകാരോട് പറയാനുള്ള ഒരടയാളം മാത്രമേ ഉണ്ടാകൂ. ഒരു ഹാജിയെ കൊണ്ടുപോലും, എല്ലാവരും എന്ന അർത്ഥത്തിലല്ല, ഹാജിമാരെ കൊണ്ടും ഹജ്ജ് ചെയ്തവരെ കൊണ്ടും ഒരു മഹല്ലിനുണ്ടാകേണ്ട ഗുണം, ഒരു കുടുംബത്തിനുണ്ടാകേണ്ട ഗുണം അതുപോലും പലർക്കും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. ഓനൊക്കെ ഹജ്ജ് ചെയ്തു വന്നോലെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്തേ കാരണം? ഞങ്ങൾ തമ്മിൽ പിണക്കില്ല. പിന്നെന്തിനാ മനുഷ്യർ ഈ ഹജ്ജ്? പിന്നെന്തിനാ ഈ ഉംറ? നാട്ടുകാരെ മൊത്തം വിളിച്ച് ചായയും കൂട്ടാനും കൊടുത്ത് ഉംറക്ക് പോയി വന്നപ്പോ ഒരു കുടുംബത്തോട് മാത്രം ഒരു അലോഗ്യം, അതങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതിയതാണെങ്കിൽ റസൂലേ, ആമിലത്തുൻ നാസിബ, കഷ്ടപ്പെട്ട കണക്കോൽക്ക് എന്നോട് പറയാനുണ്ടാകും, തസ്ലാ നാറൻ ഹാമിയ, നരകമല്ലാതെ ആ ഇബാദത്ത് കൊണ്ട് അവർക്ക് ഞാൻ പകരം കൊടുക്കുകയില്ല.
ഓരോ ഇബാദത്ത് കൊണ്ടും നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണം നമ്മളെ ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം, എന്താ എന്റെ പോരായ്മ? ഞാൻ ജുമഅക്ക് നേരത്തെ എത്തി, മലയാളത്തിൽ ഖുതുബ കേട്ടു, പുറത്തിറങ്ങി അമ്മായിനെ നേർക്ക് നേരെ കണ്ടപ്പോ എനിക്കൊന്ന് ചിരിക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ എന്തിനാ ഇബാദത്തിന് പോയത്? പിന്നെ ഞാൻ എന്തിനാ നിസ്കരിച്ചത്? ഞാൻ എന്റെ കൂട്ടുകാരനെ കണ്ടു, എനിക്ക് എന്റെ ഉമ്മാനെ നോക്കാൻ നേരം കിട്ടുന്നില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ ഇബാദത്ത്? അള്ളാന്റെ തിരുദൂതൻ അതുകൊണ്ടാ ചോദിച്ചത്, കടമകളും ഉത്തരവാദിത്തങ്ങളും മറന്നവന്റെ ഇബാദത്ത് അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. ആ സൂക്ഷ്മത നമ്മുടെ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കണം. കാരണം പരലോകത്ത് ചെല്ലുമ്പോ ഈ ചെലവാക്കിയ മണിക്കൂറുകളൊക്കെ നിങ്ങൾക്കൊന്നും തരാനില്ല എന്ന് അള്ള പറയുമ്പോ, അള്ളാന്റെ മഹ്ശറയിൽ നിന്ന് ആട്ടി അള്ള പറഞ്ഞയക്കുമ്പോ അന്ന് പരിഹസിക്കപ്പെട്ട് തലകുനിച്ച് അപമാനിക്കപ്പെടേണ്ട അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാതിരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നമസ്കരിക്കുന്ന നമസ്കാരം, കൊടുക്കുന്ന സക്കാത്ത്, നോറ്റ നോമ്പ്, മുടക്കിയ ഹജ്ജ്, അത് നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാവണം, മനസ്സുകളിൽ ഉണ്ടാക്കണം, അഖിലുകളിൽ ഉണ്ടാവണം. ആ മനസ്സാണ് അള്ളാന്റെ അടുത്തേക്ക് സ്വീകരിക്കപ്പെടുന്നതും. അതില്ലെങ്കിൽ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ വെറുതെയായി പോയ പമ്പര വിഡ്ഢികളായി അള്ള പരലോകത്ത് നമ്മളെ പരിചയപ്പെടുത്തും. ആ അപമാനത്തിൽ എത്തിപ്പെടാതിരിക്കാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഇബാദത്തുകളുടെ ഗുണം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും ഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം പത്രത്താളുകളിലും സോഷ്യൽ മീഡിയയിലും നമ്മളെ ഏറെ ചിന്തിപ്പിച്ച ഒരു പരസ്യമായിരുന്നു. 30 വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതാവ് കടം വാങ്ങിയ ഒരു പണം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു മകൻ കൊടുത്ത പരസ്യം. അത് കൊടുത്തതാവട്ടെ ഒരു അമുസ്ലിം സഹോദരൻ. തന്റെ പിതാവിന്റെ കാലശേഷം അത് വീട്ടാനൊരുങ്ങുന്നത് ഒരു മുസ്ലിം സഹോദരൻ. ചില ആളുകൾക്ക് അതൊക്കെ ഒരു ഷോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും കടവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ട ഒരു വിശ്വാസിക്കും ആ വാക്കിന്റെ നന്മയല്ലാതെ തിന്മയെപ്പറ്റി ചിന്തിക്കാൻ സാഹചര്യം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞു, കടം അത് എഴുതി വെക്കാതെ വീട്ടാതെ മരിച്ചവന്റെ മയ്യത്ത് നിസ്കരിക്കാൻ മുഹമ്മദിനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തം ചിന്തി ശത്രുക്കളാൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ട ഒരു ജിഹാദ്, ഒരു ധർമ്മ പോരാളിയാണെങ്കിലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനാണെങ്കിലും ഞാൻ നിസ്കരിക്കാൻ വരൂല, അവന്റെ ആ കടം വീട്ടാത്ത കാലത്തോളം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പം ആദ്യം ചോദിച്ചതും അതാ. അല്ലാതെ പള്ളിയിലെ കമ്മിറ്റിക്കാർ കൊടുക്കുന്ന മൈക്ക് കൈമ കിട്ടുമ്പോഴേക്കും ചില മക്കൾ ചോദിക്കുന്ന മാതിരി വാപ്പാന്റെ പൊരുത്തവും ഉമ്മാന്റെ പൊരുത്തവും കബർ വിശാലാവാനും അല്ല. ഇസ്ലാമിലെ സ്വത്ത് വിഭജനത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്താ? ഒന്നാമത്തെ ഷർത്ത്, വാപ്പാക്ക് മുതലുണ്ടെങ്കിൽ, വാപ്പാക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിയിട്ട് മതി വാപ്പാന്റെ മുതൽ വീതം വെക്കൽ. അത് ഞാൻ എന്തേന്ന് കൊടുത്തോളാം, എല്ലാരും കൂടി എടുത്തോളാം എന്ന് പറയലല്ല. ആ സ്വത്ത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് ആദ്യം കടം വീട്ടിയിട്ട് മതി ആ സ്വത്ത് പിന്നെ മക്കൾ വീതിക്കരുന്ന. അല്ല, നിങ്ങൾക്ക് അത് ഹലാലാവൂല. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹ് അനുമതി തന്നിട്ടില്ല. മാത്രമല്ല, പരലോകത്ത് അള്ളാന്റെ കോടതിയിലേക്ക് വിചാരണക്ക് വിളിക്കുമ്പോ ഒരുപാട് നമസ്കരിച്ച നോമ്പ് നോറ്റവനായിരിക്കും. പക്ഷെ അള്ള പറയും, അവന്റെ വിചാരണ എന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല, അഥവാ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടവനെ. അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, പടച്ചോനെ, എഴുതി വെച്ച ഏടുകൾ വമ്പിച്ചതാ, ഒരുപാട് നിസ്കരിക്കുകയും നോമ്പ് വയ്ക്കുകയും ചെയ്തോനാ. അള്ള പറയും, ഇല്ല, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ഹത്താ യഖ്ദാ ബിദൈനിഹി. ഒരു വിശ്വാസിയുടെ ശരീരം അള്ളാന്റെ അടുത്തേക്ക് എത്തൂല അവൻ കടബാധ്യതനായിട്ടാണ് മരിച്ചതെങ്കിൽ, ആ കടം വീട്ടാതെയാണ് അവൻ മരിച്ചതെങ്കിൽ. സഹോദരങ്ങളെ, അതുകൊണ്ട് സൂക്ഷിക്കണം. ആരെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കണം. അത് 1 റുപ്യാണെങ്കിലും 1 കോടി രൂപയാണെങ്കിലും
ഇനി ആർക്കെങ്കിലും അബദ്ധമോ അറിവില്ലായ്മയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചോദിക്കലൊന്നൊരു കുറ്റല്ല. അങ്ങനെ തന്നോനോട് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കലൊരു വലിയ അലോഗ്യായിട്ടും കാണുന്നവരുണ്ടെന്ന്. ഓന്റെ ഒരു 100 രൂപ എന്നോട് ചോദിച്ചാന്ന് അല്ല, അത് ചോദിക്കണം. എനിക്ക് നിങ്ങൾ 100 രൂപ തരാനുണ്ടെന്ന് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ വന്നപ്പോ എന്തേന്ന് വാങ്ങിയിട്ടാ കൊടുത്തത്. മടിക്കരുത് നമ്മൾ. എങ്ങനെയാ അപ്പൊ ചോദിക്കുക? ഒരു 100 രൂപയ്ക്ക് ഇപ്പൊ ചോദിക്കണോ? അല്ലെങ്കിൽ പറയാ അന്നൊരു 100ന്റെ ഇടപാടുണ്ട്, ഞാനത് എനിക്ക് പൊരുത്തപ്പെട്ടു എന്നിട്ടോ. കുറ്റൊന്നും വിചാരിക്കണ്ട. അള്ളാന്റെ അടുത്ത് എനിക്ക് ഞാനും പടച്ചോന്റെ കോടതിയിൽ ഒരു ബാധ്യതയാവാതിരിക്കാനാ. എത്ര ആളുകളാ എഴുതി വെക്കാത്തവര്, ചെറുതും വലുതുമായത്. എത്ര ആളുകളാ ഇപ്പോഴും ഉറപ്പില്ലാത്തവര്. ഞാനിപ്പോ ഈ നിന്ന നിൽപ്പിൽ അങ്ങോട്ട് മരിച്ചു വീണ എനിക്കുറപ്പാ ഒരാണപ്പയില്ലാണ്ട് എന്റെ ഭാര്യ അത് വീട്ടും, കഴിവുണ്ടെങ്കിൽ, ഉള്ള കാലുണ്ടെങ്കിൽ. കാരണം പടച്ചോന്റെ ദുനിയാവിൽ ഓരോ പേജിലും ഞാൻ അതിനൊക്കെയാ ഡയറി ഉപയോഗിക്കാറുള്ളത്. അതൊരു അള്ളാന്റെ അടുത്തേക്കുള്ള യാത്രക്കെടുപ്പാവല. അതുകൊണ്ട് കടബാധ്യതയുണ്ടെങ്കിൽ അത് വാപ്പാന്റെ പേരിലാണെങ്കിലും വീട്ടിയേക്കണം. ഇപ്പോഴും വാപ്പാന്റെ കടം വീട്ടാത്തോലുണ്ട്. ഉമ്മാന്റെ കടം ചെറിയ കടം എന്ന് പറയുന്നവരുണ്ട്. ഇനി നമ്മളാണെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മളെ മക്കളത് വീട്ടിയിട്ടില്ല എന്ന് കരുതുക, നമ്മളെ കുടുംബക്കാരത് വീട്ടിയിട്ടില്ല എന്ന് കരുതുക. റസൂലുള്ള മദീന പള്ളിയിൽ നിന്ന് കുനിഞ്ഞിരുന്ന് കരയുമ്പം സഹാബാക്കൾ ചോദിച്ചു, റസൂലെ എന്തിനാ? റസൂലുള്ള പറഞ്ഞു, മെഞ്ഞാതൊരുത്തം മരിച്ചോന്റെ കടം വീട്ടിയിട്ടില്ല. സഹാബാക്കൾ പറഞ്ഞു, റസൂലെ ഒരാളെ ഏറ്റെടുത്തില്ലേ? വീട്ടിയിട്ടില്ല. 3-ാമത്തെ ദിവസം ആ സഹാബിയെ കണ്ടപ്പോ ചോദിച്ചു, ഈ വീട്ടിയോ? വീട്ടി റസൂലെ. പുഞ്ചിരിയോട് റസൂലുള്ള പറഞ്ഞു, ഇന്നു മുതൽ എന്റെ സഹോദരന്റെ തൊലിയും മാംസവും തമ്മിൽ അള്ളാഹുവിന്റെ കബറിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. സഹാബാക്കൾ ചോദിച്ചു, റസൂലെ കടം വീട്ടാതെ മരിച്ചോന്റെ കബറിലുള്ള ആദ്യത്തെ ശിക്ഷ എന്താ? അവന്റെ തൊലിയുടെ അടിയിലുള്ള മാംസം വെന്തുകൊണ്ടിരിക്കും. ആ വേവല് കാരണം തൊലി ഇങ്ങനെ പൊളിഞ്ഞോണ്ടിരിക്കും. ഇതൊന്നും എന്റെ വക പറയുന്നല്ലോ, പടച്ചോന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടാനുള്ളതാ. അതുകൊണ്ട് ഒരു ഉറുപ്പിയാണെങ്കിലും 1 കോടിയാണെങ്കിലും പറ്റുന്നവരെ എഴുതി വെക്കണം, പറ്റുന്നവരെ ഏൽപ്പിക്കണം. അവിടെ കള്ളത്തരങ്ങൾ കാണിക്കരുത്. ചോദിക്കാനുള്ളവരോട് ചോദിക്കണം, എനിക്ക് ഇങ്ങനെ ഒരു പൈസ തരാനുണ്ട്. പിന്നെ അങ്ങനെ ഒരു തൃപ്തിയില്ലാത്ത നിലക്ക് കടം വീട്ടി തീർക്കാനും പാടില്ല. നമ്മളോടൊരുത്തൻ കടം വാങ്ങി, ഓൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഈ ജവാനിനോട് വാങ്ങിക്കോ, 20 അവിടെ, 10 ഇവിടെ, 5 അവിടെ, 5 വീടിയത്. ഒരു തുമ്പില്ലാത്ത നിലക്ക് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റെങ്കിലും തന്നോ നൊയന്ന് നടന്ന ആ കാലങ്ങൾ അത്രയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും ഹറാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാലേ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട മത. അതാണ് ഒരു പരസ്യത്തിലൂടെ ലോകം ബോധ്യപ്പെടുന്നതെങ്കിൽ ഇന്നും വാങ്ങിയതിനും കൊടുത്തതിനും ഒരു രേഖയില്ലാണ്ട് അവസാനം മനസ്സിൽ വെറുത്തിട്ട് ചിലർ സുബൂറാക്കും. എന്താക്കാനാ പോട്ടെ, ആ പൊരുത്തം പോലും വിട്ടരല് പോലും അള്ളാന്റെ അടുത്ത് കബൂലല്ല. എഴുതി വെച്ചിട്ടില്ല. വാപ്പ ചോദിച്ചപ്പോ മക്കളറിഞ്ഞു വാപ്പാന്റെ തെളിവില്ല. അവസാനം കൊടുത്തോ പറഞ്ഞു പോട്ടെ, അങ്ങനെ എത്ര പോന്ന്. അങ്ങനത്തെ ഒരു പൊരുത്തക്കേട് പോലും മനസ്സിൽ വെറുത്തിട്ടുള്ള ഒരു പൊരുത്തം തരലുണ്ടല്ലോ, അതുപോലും പടച്ചോന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. സൂക്ഷിക്കണം, അത്ര ഗൗരവ വിഷയം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദുനിയാവിൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് നിന്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നാഥ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. കുടുംബ ജീവിതത്തിൽ മനസ്സ് തകർന്ന് ജീവിക്കുന്ന പല ബന്ധങ്ങളും ഉണ്ട് റബ്ബേ. പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടെയും ജീവിക്കാൻ ഓരോ കുടുംബങ്ങൾക്കും നീ തൗഫീക്ക് നൽകണമേ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരും ഇന്നേറെ ബുദ്ധിമുട്ടുന്നുണ്ട് നാഥ. ആ സുഖങ്ങൾ എളുപ്പത്തിൽ ശിഫാക്കി നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع الدعاء. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഒരു സഹോദരൻ ഓരോരുത്തരുടെയും അസുഖം എളുപ്പത്തിൽ ശിഫ നൽകുകയും ഏറ്റവും ഹൈറായ ഒരു മാർഗത്തിലേക്ക് നീ അവരെ എത്തിക്കുകയും ചെയ്യണമേ.